കേരള പി എസ് സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്നിക്കൽ പി എസ് സിയിൽ 2 പോസ്റ്റുകളിലേക്കാണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. അതിലൊന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്, ഒന്ന് എല്ലാ വിഭാഗക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. മെക്കാനിക്കലിലും സിവിലുമാണ് ഇത്തവണ അവസരങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കി നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ 466/2024 ആണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് വന്നിരിക്കുന്നത്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്കെയിൽ ഓഫ് പേ വന്നിട്ടുണ്ട്. 55,200 മുതൽ 1,15,300 വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത്. അതേപോലെ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 1 ആണ്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 എന്നുള്ള വേക്കൻസി കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. എല്ലാ പരീക്ഷകളിലും നമുക്ക് എന്താണ് ഇതേപോലെ വേക്കൻസീസ് കുറവായിട്ടാണ് വരാറുള്ളത്. അത് പിന്നീട് എന്ത് ചെയ്യാനാണ് പതിവ്, സാധാരണ പോലെ പിന്നീട് വരുന്ന എക്സാംസുകളിൽ അതിൻ്റെ നമ്പർ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18-36 ആണ്. ഇതിലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മൈനിങ് എഞ്ചിനീയറിംഗ് ഓർ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്സ് എന്നാണ്. അപ്പോൾ 50% ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും വരുന്നുണ്ടാവും അല്ലേ. ഓക്കെ, ഡിസൈറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് വാട്ടർ വെൽ ഡ്രില്ലിംഗ് റിഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡിസൈറബിൾ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അതിൽ ക്വാളിഫിക്കേഷനായിട്ട് മെയിൻലി എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. സോ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ മൈനിങ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്കും അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഇതൊരു മികച്ച അവസരമാണ്. പലരും ചോദിച്ചിട്ടുണ്ട് മെക്കാനിക്കലിൽ പുതിയ ഏതെങ്കിലും വേക്കൻസീസ് ഒക്കെ വരാനുണ്ടാവും എന്നുള്ളത്. സോ മെക്കാനിക്കലിൽ വന്നിരിക്കുന്ന പുതിയൊരു ഓപ്പണിംഗ് ആണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ളത്. വേക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഉറപ്പായിട്ടും വേക്കൻസി ഇൻക്രീസ് ചെയ്യും. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല ഒരുപാട് പോസ്റ്റ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം നിലവിലെ വേക്കൻസിയാണ് 1. അത് പിന്നീട് എന്ത് ചെയ്യാറുണ്ട്, എല്ലാ എക്സാംസുകളിലും ഇതേപോലെ ഇൻക്രീസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. കാറ്റഗറി നമ്പർ 480/2024 LSGD ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിലാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ഫോർ ST കാറ്റഗറി ആണ് കേട്ടോ. ഷെഡ്യൂൾഡ് ട്രൈബിന് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ റിസർവേഷനിലാണ് ഈ ഒരു എക്സാം വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 1 ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. ഏജ് 18-41 ആൻഡ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ഇൻ ഇക്വലൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഞ്ചിനീയറിംഗ് അഥവാ AMIA ഇന്ത്യൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ 2 എണ്ണമാണ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന 2 ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ ക്വാളിഫിക്കേഷനുള്ള യോഗ്യതയുള്ള മുഴുവൻ ആളുകളും എന്ത് ചെയ്യുക, ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ പഠിച്ചു തുടങ്ങാം. സോ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾക്ക് വേണ്ടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ നിങ്ങൾ ഈ കോഴ്സസ്, അതായത് നിങ്ങൾ സിവിൽ AI കോഴ്സ് ആയിക്കോട്ടെ, മെക്കാനിക്കൽ AI കോഴ്സ് ആയിക്കോട്ടെ, നമ്മൾ എൻട്രിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്